അയ്യപ്പേട്ട 2018 ജൂലൈ 2-നാണ് SFI പ്രവർത്തകനായിട്ടുള്ള അഭിമന്യു കൊല്ലപ്പെടുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാണ്. പക്ഷേ CPM സംരക്ഷിക്കുകയാണ്. എന്തിനൊക്കെ വേണ്ടി എന്നുള്ളത് പുറത്തു വരേണ്ട കാര്യമാണ്. പക്ഷേ ഈ കേസിലിപ്പോൾ രേഖകൾ പുനഃസൃഷ്ടിച്ചുവെന്നാണ് പറയുന്നത്. അഭിമന്യു കേസിൽ സാക്ഷി വിസ്താരം അടുത്ത മാസം തുടങ്ങുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ ഇനിയുള്ള ഒരു നാൾവഴികൾ? എന്തായിരിക്കും ഇനിയുള്ള നാൾവഴികൾ എന്നതിനേക്കാൾ ഇതിൽ പ്രസക്തമായി വരുന്നത് എന്തുകൊണ്ട് ഇത് വീണ്ടും എന്നുള്ളതാണ്. നിർണായകമായ പല എവിഡൻസും കോടതിയിൽ നിന്നാണ് കാണാതെ പോയത്. കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്നാണ് നഷ്ടമായത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നാണ് ഇത്തരത്തിൽ വളരെ പ്രമാദമായ ഒരു കേസിൻ്റെ വളരെ സീക്രസിയുള്ള പേപ്പറുകൾ കാണാതെ പോയത്. അതിപ്പോൾ പ്രീത പറഞ്ഞ പോലെ 2018 ജൂലൈ 2-നാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അത് 2018 സെപ്റ്റംബറിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരുന്നതാണ്. 1500 പേജ് ഉണ്ടായിരുന്നു, 16 പേർ പ്രതികളുണ്ടായിരുന്നു, 125 സാക്ഷികളുണ്ടായിരുന്നു. എന്നാൽ വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് വീണ്ടും വരുന്നു എന്ന് ചോദിക്കുന്നത്, ആ ചോദ്യം പ്രസക്തമാണ്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു, CPM എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ ഒരു സഖാവ് പിണറായി വിജയൻ SFIക്കാരെ ഇത്രയും ആർഷോയൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ആർഷോയൊക്കെ സംരക്ഷിച്ച് SFIക്കാരെ സംരക്ഷിച്ച് നിർത്തുന്ന പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അവരുടെ വിദ്യാർത്ഥി സംഘടനയിലെ ഒരു കുട്ടി ക്യാമ്പസ് ഫ്രണ്ട് എന്ന, അതായത് ഈ പറയുന്ന PFIയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. ക്യാമ്പസ് ഫ്രണ്ട് ആരാണ് ഈ കുട്ടിയെ കുത്തി കൊലപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കൊലയ്ക്ക് ശേഷം എന്തുകൊണ്ട് ഒന്നാം പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല? അപ്പോൾ ഈ ചോദ്യം വീണ്ടും പ്രസക്തമാകുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഭരണം കഴിയാൻ ഇനി 10 മാസങ്ങൾ മാത്രം. അപ്പോൾ അവസാനവട്ട മുഖംമിനുക്കലിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ ഷോക്കേസിലിരിക്കുന്ന പല കേസുകളും പല കാര്യങ്ങളും ജനത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു എന്നും പാർട്ടി അണികളെ ധരിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു പെടാപ്പാടിൻ്റെ ബാക്കിയാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാട്, ഒരു ചെറിയൊരു അനക്കം. ഇത് കണ്ണിപ്പൊടിയിടലാണ്. കാര്യം ഇന്നലെ നമ്മൾ കണ്ടത് വയനാടുണ്ടായ ആൾക്കാർക്ക് ചുരുൾമലയിലൊക്കെ അവരുടെ വീട് നഷ്ടമായതിനെ സംബന്ധിച്ച് ഇത്രയും മാസം എടുത്തിട്ട് ഇന്നലെയാണ് അവരെ മാത്രമല്ല നമ്മുടെ ഈ കേരള സമൂഹത്തെ, ലോകത്തെ മൊത്തം ആകെ പറ്റിക്കാനായി ഒരു തറക്കല്ലിടൽ ചടങ്ങൊക്കെ നടന്നത്. അതൊരു സാങ്കല്പിക തറക്കല്ലിടൽ ചടങ്ങെന്നാണ് പറയുന്നത്. ലോകത്ത് ഇന്ന് വരെ അങ്ങനെ ആരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാങ്കല്പിക, അതെ, അത് ലോകത്ത് ഇന്ന് വരെ നാം കണ്ടിട്ടില്ല. അത് ആദ്യമായി നാം കേട്ട് കഴിയും. അതും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിലൊരു സാങ്കല്പികമായിട്ടുള്ള ഒരു തറക്കല്ലിടൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയോട് നമ്മൾ തിരിച്ചു വെക്കണം. ഞങ്ങൾ ഇത്രയ്ക്ക് പറ്റിക്കാൻ ഞങ്ങൾക്ക് തലയ്ക്ക് മൂളയില്ലാത്തവരൊന്നും അല്ല എന്ന് ഇദ്ദേഹത്തിനോട് തിരിച്ചു പറയാൻ കേരളത്തിൽ ആരും ഇല്ലേ എന്ന് നമ്മൾ ചോദിച്ചു പോകുക. കാര്യം ആരും ഇല്ലല്ലോ. എന്ന് വെച്ചാൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ്, എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിനാണ് ഭയം, അല്ലാതെ എല്ലാവർക്കും അദ്ദേഹത്തോട് ഭയമാണെന്ന് എനിക്ക് തോന്നില്ല. അദ്ദേഹം ഭയക്കുന്നുണ്ട്, വല്ലാതെ ഭയക്കുന്നുണ്ട്. ചിലർ പറയുന്ന കേൾക്കാം, ഒന്നോർത്താൽ അതായത് മെന്റലി പ്രശ്നമുള്ളവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മളവരെ എന്ത് ചെയ്യും? അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളതിനെ തഴഞ്ഞു വിടും. അപ്പോൾ ആ തരത്തിലാണ് ചില വിഭാഗം ജനങ്ങളെങ്കിലും പാർട്ടിക്കാർ പോലും നന്നാവില്ല. ഇനി ഇതിൽ പറഞ്ഞിട്ട് കാര്യം, അതെ, എഴുതി തള്ളുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ മറ്റേ ഒരു വിഭാഗം എതിരഭിപ്രായം പറയാതിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്ത് വന്നാലും കേസാണ്. മൈക്കിനും ആംപ്ലിഫയറിനും എതിരെ വരെ കേസെടുക്കും. അപ്പോൾ എന്തോ ചെയ്യാനാ എൻ്റെ ദൈവമേ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഈ രണ്ടവസ്ഥയിലാണ് പൊതുജനവും പാർട്ടി പ്രവർത്തകരും ഒക്കെ നിൽക്കുന്നത്. അത് ഒരു കാര്യം. എന്തായാലും ചേട്ടൻ പറഞ്ഞതിൽ മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, രേഖകൾ പുനഃസൃഷ്ടിക്കപ്പെടുകയാണല്ലോ. ഈ പുനഃസൃഷ്ടിക്കപ്പെടുമ്പോൾ ചില രേഖകൾ, നവീൻ ബാബുവിൻ്റെ കേസ് നമ്മൾ കണ്ടതാണ്. നവീൻ ബാബുവിൻ്റെ കേസിൽ എത്രത്തോളം രേഖകൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തപ്പെടേണ്ടതാണ്. അപ്പോൾ ഇതിപ്പോൾ ഉണ്ടായിരുന്ന രേഖകൾ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ രേഖകൾ പുനഃസൃഷ്ടിക്കപ്പെടുമ്പോൾ ഇതുവരെ ഈ പറയുന്ന ക്യാമ്പസ് ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സംഘടനയിലുള്ളവർക്ക് എതിരെ ഉണ്ടായിരുന്നിട്ടുള്ള പല തെളിവുകളും അത്
ഇല്ലാതെ പോകാൻ, അതായത് ഇതുവരെ ശേഖരിച്ചതിൽ അതുണ്ടാകും, ഇനി പുനഃസൃഷ്ടിക്കപ്പെടുന്നതിൽ അതില്ലാതിരിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ? അല്ല, തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോൾ അന്വേഷിക്കേണ്ടത് നമ്മൾ വഴിപാടെന്നൊക്കെ പറയില്ലേ, നമ്മൾ ഒരു വഴിപാട് ചെയ്യുന്നു പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി. കാര്യം നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇത് ഭരണം തീരാൻ പോകുന്ന മുമ്പ് ഇനി ഒരു ചോദ്യം. കാര്യം കഴിഞ്ഞ തവണ ഈ PFA ഒക്കെ സംബന്ധിച്ചിട്ട് പിന്നെ PFA തീവ്രവാദി സംഘമാണെന്നും CPM ഇതിന് കൂടെ കൂട്ടുന്നു എന്നൊക്കെയുള്ളൊരു സംഭവങ്ങൾ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് PFA-കാരനായ ഈ കൊലയാളിയെ ഇതുവരെ CPM അറസ്റ്റ് ചെയ്തില്ല. അതുപോലെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ സ്വരാജിനെ ഇത് ഏൽപ്പിക്കുമ്പോൾ നമ്മൾ ചോദിച്ചു, സ്വരാജ് ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ മധുരയിൽ നടക്കാൻ പോകുന്ന 24ാമത് പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ സംസ്ഥാന ഘടകത്തിൻ്റെ റിപ്പോർട്ടൊക്കെ അവിടെ വായിക്കും. ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടന്നു, ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഭരണത്തിൽ നിന്ന് ഒരു വേള ഇറങ്ങേണ്ടി വന്നാലും ഈ പാർട്ടി ജനങ്ങളിടയിൽ വേണം എന്നൊരു തോന്നൽ ഇവർക്ക് ഉണ്ടാകേണ്ടതാണ്. ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അന്വേഷണത്തിലേക്ക് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇനി വരുന്ന 10 മാസം എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാണിച്ച് കണ്ണിപ്പൊടിയിട്ട് ജനത്തിന് പറ്റിച്ച് ഇനിയിപ്പോൾ ആശാവർക്കർമാരെ സമരം, അതിനി എങ്ങനെ ബൗദ്ധിക തലത്തിൽ ഇതിനെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാം, എങ്ങനെ ഉൾട്ടയടിക്കാം, ഞങ്ങളല്ല കേന്ദ്രമാണ് എന്ന് പറഞ്ഞു തീർക്കാനുള്ള പിന്നെ ഗൂഢമായ ചിന്തകൾ ബുദ്ധി കേന്ദ്രങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. കാര്യം 45 ദിവസം 46 ദിവസം അവർ മാത്രമല്ല, പബ്ലിക് കൂടെ നിൽക്കുന്നുണ്ട്. ജയശങ്കർ സാർ പറയുന്ന പോലെ CPM തന്നെ അവരുടെ ശവപ്പെട്ടിക്ക് ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമരത്തിൽ. അപ്പോൾ നമുക്കിത് ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ വീണ്ടും ടോപ്പിക്കിലേക്ക് തന്നെ വരാം. അഭിമന്യുവിൻ്റെ കേസിൽ ഇപ്പോൾ 2018 ജൂലൈ 2-നാണ് ഈ കൊലപാതകം നടന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ കുറ്റപത്രം കൊടുത്തിരുന്നു. 1500 പേജുള്ള കുറ്റപത്രം. ഇപ്പോൾ കാണാതെ പോയത് പ്രോസിക്യൂഷൻ ഇനി ഫാബ്രിക്കേറ്റഡ് ആയി വെക്കാൻ പോകുന്നു. ഏതായാലും ആ കുട്ടിയുടെ അമ്മ, അതിൽ നമ്മൾ വായിച്ച ആ വാർത്തയിൽ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ അമ്മ കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വീടൊക്കെ വെച്ച് കൊടുത്തു, പിന്നെ അതിൻ്റെ പേരിൽ പിരിച്ച ഫണ്ട് പോലും കള്ളത്തരമുണ്ട്. CPM-ൻ്റെ ഫണ്ട് പിരിവൊക്കെ അതിഭീകരമായ കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ചിരിച്ചത് മറ്റൊന്നുമല്ല, അതുപോലും അടിച്ചു മാറ്റിയ പാർട്ടിയാണ് ആശാവർക്കർമാരുടെ സമരത്തിന് പാട്ടപ്പിരിവാരെന്ന് അവരെ ആക്ഷേപിച്ചത് ഈ പാർട്ടിയാണെന്നൊന്ന് ഓർക്കണം. അല്ല പ്രീത, ഇത് പറയുമ്പോൾ നമ്മൾ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇന്നലെ സാങ്കല്പിക കല്ല് ഇട്ട മുഖ്യമന്ത്രി ആ സംഭവം കഴിഞ്ഞ ശേഷം, ഏതാണ് ഈ ചൂരൽമലയിലെ വെള്ളപ്പൊക്കം സംഭവം, ഈ ഭയങ്കര അതിഭീകരമായ പ്രകൃതി ദുരന്തം ഉണ്ടായ ശേഷം എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഈ സർക്കാർ ചെയ്തു, എന്തെല്ലാം ഇവർക്ക് മന്ത്രിമാർ എന്തുമാത്രം സുഖിച്ചു, ഈ മുഖ്യമന്ത്രി തന്നെ എന്തുമാത്രം സുഖിച്ചു, എന്തുമാത്രം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പോലും അല്ലാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഒരു ഛായ പോലും ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുമ്പോൾ സമൂഹം ആ കമ്മ്യൂണിസ്റ്റുകാരനെ കാണുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പോൾ VS എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ എന്തുകൊണ്ട് VS-നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി കാണുന്നതെന്ന് വെച്ചാൽ VS-ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എല്ലാ യോഗ്യതയുണ്ട്. ഇപ്പോൾ EK നായനാണെങ്കിൽ അദ്ദേഹത്തിനും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന്. പിണറായിക്കും ഒരു മുതലാളിത്ത മനോഭാവം അല്ല, പിണറായിയുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്, പിണറായി ഈ കോർപ്പറേറ്റുകളുടെ ഒരാൾ എന്ന തുടക്കത്തിലേ തന്നെ, പിന്നെ ഒരു ഫണ്ട് ഡൊണേറ്റർ, പിന്നെ നമ്മൾ അറിയുന്ന നമ്മുടെ ചില പാർട്ടിയുടെ അഭ്യുതകാംക്ഷികളൊക്കെ പറയുന്ന പോലെ ഒരു മനുഷ്യനല്ല, ഒരു മനുഷ്യമുഖമില്ലാത്ത ഒരാൾ, ഒരു പ്ലാനറാണ്. നമ്മുടെ TG മോഹൻദാസ് സാർ പറയുന്ന പോലെ ഒരു പ്ലാനറാണ്. അതെ, ഒരു PPT പ്രസന്റേഷൻ്റെ ഒരാളാണ്. ഒരു PPT നമ്മൾ പറയുന്നത് PPT എന്ന്. അദ്ദേഹത്തിൻ്റെതായ ഒരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ 15 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഓരോ ജില്ലയിലും ഓരോ നേതാക്കളെ അദ്ദേഹം കണ്ടെത്തി അവർക്കെല്ലാം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയൊക്കെ ചെയ്ത്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതിലേക്ക് ഞാൻ ഒന്നുകൂടെ തീർച്ചയായിട്ടും നമുക്കിത് അവസാനിപ്പിക്കണം. അതെ, ഞാൻ പോവുകയാണ്. ഈ പാർട്ടി സമ്മേളനങ്ങളല്ലേ ഇവിടെ നടന്നത്? തീർച്ചയായിട്ടും ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനം, എല്ലാ സമ്മേളനങ്ങളിലും നിയന്ത്രിക്കുകയും കൃത്യമായിട്ട് തനിക്കെതിരെയും താൻ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്കെതിരെയും പാർട്ടിക്കെതിരെയും തൻ്റെ ഇഷ്ടക്കാർക്കെതിരെയും അനുചിതമായ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരാൻ അദ്ദേഹം തന്നെ നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടു. ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് നടത്തുമ്പോൾ ഇനി പാർട്ടിയെ ആര് നയിക്കും എന്നുള്ളതുണ്ട്. ഈ പാർട്ടിയെ നയിക്കാൻ അവിടെ പ്രകാശ് കാരാട്ട് പോലും ഇരിക്കുന്നത് ഇവിടെ നിന്ന് പിണറായിയുടെ പോക്കറ്റിൽ നിന്ന് ഇത്തരത്തിലുള്ള ഫണ്ട് ചെന്നാൽ മാത്രമേ ഈ പ്രകാശ് കാരാട്ടിന്റെ പോക്കുവരവ് ഉൾപ്പെടെ നടക്കുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ ഒരു സ്ഥിതിവിശേഷമുള്ള സമയത്ത് ചേട്ടൻ പറഞ്ഞതുപോലെ ഇതൊരു ഒരു പുകമറ സൃഷ്ടിക്കാനോ, ഇത് ജനത്തിനെ പാർട്ടിക്കാരെ
പാർട്ടിക്കാരെ. അതെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസൊക്കെ അവിടെ എത്തപ്പെടുമോ എന്നുള്ളതൊരു ചിന്തിക്കേണ്ട വിഷയമല്ലേ. കാരണം അദ്ദേഹത്തിന് അനഭിമിതമായിട്ടുള്ള ഒരു കാര്യങ്ങളും അവിടെ ഉയർന്നു കേൾക്കാനുള്ള സാധ്യതയല്ല. എല്ലാവരും ഈ പാർട്ടിയെ നയിക്കാൻ മുൻകൂട്ടി കാണുന്നത് ഇദ്ദേഹത്തെ തന്നെയാണ്. ഇനി ഇദ്ദേഹം നയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ബിനാമിയായിരുന്ന ഒരാൾ നയിക്കാനുള്ള സാധ്യത മാത്രമാണ് ഇതുവരെയും എന്താ പറയുക നോക്കിക്കാണുമ്പോൾ മനസ്സിലാകുന്ന കാര്യം. അപ്പോൾ എവിടെയാണ് ഈ അഭിമന്യു കേസ് ഉണ്ടാവുക? അഭിമന്യു കേസ് കേരള ഘടകത്തിന്, അതായത് CPM-ൻ്റെ കേരള ഘടകത്തിന് അല്ലെങ്കിൽ CPM-ൻ്റെ എറണാകുളം ജില്ലാ ഘടകത്തിന്, ജില്ലാ കമ്മിറ്റിക്ക് ഇതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. കാര്യം അതുമാത്രമല്ല, കേരള സമൂഹം, രാഷ്ട്രീയ കേരളം ഈ കുട്ടിയെ കൊല ചെയ്യപ്പെട്ടത്, കുട്ടി മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊന്നത് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പാർട്ടിയുടെ ആൾക്കാരാണ് എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ കേന്ദ്രം ഇപ്പോൾ PFIക്കാരെ ചൂണ്ടയിട്ട് പിടിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ കേന്ദ്രത്തിനും, അതായത് BJP-ക്ക്, കേന്ദ്രം ഭരിക്കുന്ന BJP-ക്ക് ഇത് ഒരു ചോദ്യമായി ചോദിക്കേണ്ട അവസരം. കാര്യം BJP ഇപ്പോൾ, അതായത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ PFIയെ തൂത്തുവാരാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോകുന്നു. PFIക്ക് കൂടെ തൂത്തുവാരി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാതെ ഇവിടുത്തെ സർക്കാരിന് ഇതിൽ ഇൻവോൾവ് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. സർക്കാരിന് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു സർക്കാർ എന്തിന് എന്ന് പോലും കേന്ദ്രം ചോദിക്കുകയും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വേണമെങ്കിൽ ഇംപീച്ച് ചെയ്യാനും, ഈ ഗവൺമെൻറ് ഇംപീച്ച് ചെയ്യാനും മടിക്കാത്ത ഒരു കേന്ദ്രമാണുള്ളത്. ആ ഇംപീച്ച്മെൻറ്റ് ഇയാൾ പേടിക്കുന്നില്ല. പക്ഷേ ഒരു തുരുമ്പ് കിട്ടിയാൽ ഇംപീച്ച് ചെയ്യണമെങ്കിൽ ചെയ്യും. അതാണ് കേന്ദ്രം. അപ്പോൾ ഇത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞതിൽ വയ്ക്കാം. അതായത് ഈ പറയുന്ന സംസ്ഥാന, അത് ഇതിൽ വിഷയമായി ഉള്ളത് അല്ലെങ്കിലും എന്നാൽ എനിക്ക് പറയാതെ പോകാൻ കഴിയില്ല. അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ, അതായത് ബ്രാഞ്ച് തലങ്ങളിൽ ഇയാൾക്കെതിരെയും ഇയാളുടെ ഈ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും നിരവധി വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങളെ ഒരു ലോക്കൽ കമ്മിറ്റിക്ക് അപ്പുറം എത്താൻ അദ്ദേഹം സമ്മതിച്ചില്ല. പിന്നീട് ദാസ്യപ്പണി ചെയ്യുന്നവർ, ഇദ്ദേഹത്തിന് വേണ്ടി മറുചോദ്യം ചോദിക്കാത്തവരെ മാത്രം, കുറേ മൊണ്ണകളെ പല ജില്ലകളിൽ നിന്നും കൊണ്ടിരുത്തുകയും പിന്നെ പ്രജിത ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു സ്റ്റൂൾ ഇട്ട് ഒരു വടിയും കൊണ്ട് പ്രാഥമിക അധ്യാപകൻ, അല്ലെ നമ്മൾ അങ്ങനെയല്ലേ പറയുക, പ്രഥമാധ്യാപകൻ എന്നാണോ പറയുക, പ്രഥമാധ്യാപകൻ എന്നാണ് പറയുന്നത്, അതെ, അധ്യാപകൻ വന്നിരിക്കുന്നത് പോലെ മുള്ളാൻ പറയണമെങ്കിൽ ചാടിക്കളിക്കട കുഞ്ഞിരാമ, ഓടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയാനായിട്ട് ഇദ്ദേഹം അവിടെ ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നുകൂടെ പറയാം, ഇദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ പാർട്ടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യവും നമുക്കിനി, ഇതൊരു അവസാന പാർട്ടി കോൺഗ്രസ്, അതെ, അവസാന പാർട്ടി കോൺഗ്രസ് ആണ്, അവസാന സംസ്ഥാന സമ്മേളനമാണ്. അത് ഗോവിന്ദൻ്റെ അഭ്യുദയ കാര്യം ഇവരെല്ലാം പാർട്ടി ഉണ്ടോ എന്ന് ആശങ്കപ്പെടുന്നതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇനി കൈയിട്ട് വരാൻ ഞങ്ങൾ എവിടെ പോകും? അതാണ് ഇതിലെ ചോദ്യം. അല്ലാതെ പ്രസ്ഥാനത്തോടുള്ള സ്നേഹമൊന്നുമില്ല. ഞങ്ങൾ ഇനി എവിടുന്ന് കൈയിട്ട് വരും? ഈ പാർട്ടിയിൽ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന നേതാക്കളുടെ കാലമൊക്കെ കഴിഞ്ഞു.